ശക്തമായിട്ടുള്ള തുമ്മല്, മൂക്കൊലിപ്പ്, തൊലിപ്പുറത്ത് അലർജിയുള്ള ആളുകൾ, അലർജിയുടെ ഭാഗമായിട്ട് ആസ്മയുടെ ബുദ്ധിമുട്ടുള്ള ആളുകൾ, ഇങ്ങനെ എല്ലാ ബുദ്ധിമുട്ടുകളും വളരെ കൂടുതൽ ആളുകൾക്ക് വളരെ കോമൺ ആയിട്ടൊരു കാര്യമുണ്ട്. സെറം IG എന്നൊരു ഘടകം ഇവരുടെ ബ്ലഡിൽ കൂടുതലായിരിക്കും. ഇത് നമ്മൾ അലർജി എത്രത്തോളം സ്ട്രോങ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ അലർജി ടെസ്റ്റ് ചെയ്യുന്നതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടെസ്റ്റാണ് സെറം IG. സെറം IG കുറഞ്ഞാൽ മാത്രമേ നമ്മുടെ ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഇന്റൻസിറ്റി നല്ല രീതിയിൽ കുറയുള്ളൂ. നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഇതൊക്കെ നന്നായിട്ട് കുറയ്ക്കാൻ പറ്റും. സെറം IG കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആദ്യമായിട്ട് വേണ്ടത് നിങ്ങൾ കഴിക്കുന്ന പ്രോട്ടീൻ കണ്ടന്റ് കുറച്ച് ലിമിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ കഴിക്കുന്ന എഗ്, മിൽക്ക്, അതുപോലെ തന്നെ ഇവൻ ചെമ്മീന്, ക്രാബ് പോലെയുള്ള സീ ഫിഷസിലൊക്കെ നല്ല പ്രോട്ടീൻ റിച്ച് ആണ്. ഇങ്ങനെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുന്ന ആളുകളിലാണ് ഇത് കൂടുതലായിട്ട് അലർജിയുടെ ഭാഗമായിട്ടുള്ള തുമ്മല്, മൂക്കൊലിപ്പ്, ഇവൻ തൊലിപ്പുറത്തുള്ള അലർജിയൊക്കെ വളരെ കോമൺ ആയിട്ട് കാണുന്നത്. പ്രോട്ടീൻ കണ്ടന്റ് നല്ല രീതിയിൽ ലിമിറ്റ് ചെയ്യുക. പകരം നിങ്ങൾക്ക് ചെയ്യാവുന്നത് വെജിറ്റബിൾസ് ഒക്കെ നല്ല രീതിയിൽ ആവിയിൽ വേവിച്ച് കഴിക്കുക. അതോടൊപ്പം തന്നെ ഫ്രൂട്ട്സ് കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യുക. തേങ്ങ ഒക്കെ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല. അരിഭക്ഷണം ചെറിയ രീതിയിൽ ഒരു ലിമിറ്റഡ് എമൗണ്ടിൽ മാത്രം കഴിക്കാൻ ശ്രമിക്കുക. രാത്രി കാലങ്ങളിൽ അരിഭക്ഷണം കഴിക്കുന്നത് മാക്സിമം ലിമിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് IG കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മളെ വീട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള മഞ്ഞളാണ്. മഞ്ഞളിൽ കുർക്കുമിൻ അടങ്ങിയിട്ടുണ്ട്. ഈ കുർക്കുമിന്റെ എഫക്ട് കൊണ്ട് നമ്മൾ ഡെയിലി മഞ്ഞൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വഴി തന്നെ IG ഒക്കെ നല്ല രീതിയിൽ നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നതാണ്. അടുത്തതായിട്ട് വിറ്റാമിൻ D ആണ്. വിറ്റാമിൻ D നിങ്ങൾ തീർച്ചയായിട്ടും ടെസ്റ്റ് ചെയ്ത് നോക്കുക. വിറ്റാമിൻ D കുറഞ്ഞു കഴിഞ്ഞാലും അലർജിയുടെ എല്ലാ ബുദ്ധിമുട്ടുകളും കൂടുതലായിട്ട് ഒരുപാട് പഠനങ്ങൾ കാണിക്കുന്നുണ്ട്. കാരണം ഇത് ഇമ്മ്യൂണിറ്റിയെ കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട്. ഈ വിറ്റാമിൻ D കുറവാണെങ്കിൽ നമ്മൾ അതിനുള്ള സപ്ലിമെന്റ്സ് നിർബന്ധമായിട്ടും എടുക്കേണ്ടതാണ്. അടുത്തതായിട്ട് പ്രോബയോട്ടിക്സ് കൂടുതലായിട്ട് നമ്മളെ ഫുഡിൽ ഉൾപ്പെടുത്തുക. നമ്മളെ ഇമ്മ്യൂണിറ്റിയെ കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ കുടലാണ്. ഈ കുടലിൽ ഹെൽത്തി ആയിട്ടുള്ള ബാക്ടീരിയ ഉണ്ടാകുമ്പോൾ തന്നെ നമുക്ക് അലർജിയെ നല്ല രീതിയിൽ പ്രതിരോധിക്കാൻ കഴിയുന്നതാണ്. ഇതിനുവേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കൂടുതൽ പ്രോബയോട്ടിക് അടങ്ങിയിട്ടുള്ള തൈര്, മോരൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അത് കഴിക്കുമ്പോൾ അലർജിയുടെ ബുദ്ധിമുട്ടുകൾ ഉള്ളവരാണെങ്കിൽ അതിൽ നിങ്ങൾ കുരുമുളക്, അതുപോലെ ജിഞ്ചർ ഒക്കെ ആഡ് ചെയ്തിട്ട് മാത്രം കഴിക്കാൻ ശ്രമിക്കേണ്ടതാണ്. കാരണം ഹെൽത്തി ആയിട്ടുള്ള ബാക്ടീരിയ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മൾ ഈ അലർജിയുടെ ബുദ്ധിമുട്ടൊക്കെ നല്ല രീതിയിൽ കുറയുന്നത്. അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് പ്രീബയോട്ടിക്സ് ആണ്. പ്രീബയോട്ടിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈബർ റിച്ച് ആയ ഫുഡുകളാണ്. വെണ്ടക്കയിൽ ഉണ്ടാകുന്ന ഒരു വഴുവഴുപ്പ്, പാഷൻ ഫ്രൂട്ടിലൊക്കെ ഉണ്ടാകുന്ന ഒരു വഴുവഴുപ്പൊക്കെ ആക്ച്വലി നമ്മൾ ഈ പ്രീബയോട്ടിക്സിൽ ഉൾപ്പെടുന്നതാണ്. ഫ്ലാക്സ് സീഡിലും അതുപോലെ തന്നെ വാഴപ്പിണ്ടിയുടെ നാരുകളൊക്കെ നമുക്ക് വളരെയധികം എഫക്റ്റീവ് ആണ്. ഇതൊക്കെ നമ്മൾ കഴിക്കുന്നത് വഴി തന്നെ കുടലിന്റെ ആരോഗ്യം നല്ല രീതിയിൽ മെച്ചപ്പെടാൻ ഇത് നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ചെയ്യുന്നത് വഴി തന്നെ ഈ വിട്ടുമാറാത്ത അലർജിയുടെ ഭാഗമായിട്ടുള്ള തുമ്മല്, മൂക്കൊലിപ്പ്, അതുപോലെ തൊലിപ്പുറത്തുള്ള അലർജിയൊക്കെ നമുക്ക് നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റും. വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള കൺസൾട്ടേഷൻ എടുക്കുക. പ്രോപ്പർ ആയിട്ടുള്ള മെഡിക്കേഷൻസിന്റെ കൂടെ ഇത്തരം കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ടുകളൊക്കെ നല്ല രീതിയിൽ മാറ്റിയെടുക്കാവുന്നതാണ്.